വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും ഗ്രേസ് മാർക്ക് നൽകാനുള്ള ശുപാർശയുമായി കേരള സർവകലാശാല. കോളേജ് സർവകലാശാല യൂണിയൻ ഭാരവാഹികൾക്ക് 5% ഗ്രേസ് മാർക്കിനാണ് വിദഗ്ധ സമിതിയുടെ വിചിത്രമായ ശുപാർശ. തെരഞ്ഞെടുക്കപ്പെട്ടതോ നോമിനേറ്റ് ചെയ്തതോ ആയ ഭാരവാഹികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാമെന്നാണ് ശുപാർശ. നാളെ ചേരുന്ന സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യും. നിലവിൽ കലാകായിക മികവിനും NCC NSS പ്രവർത്തനത്തിനുമാണ് ഗ്രേസ് മാർക്ക് ഉള്ളത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, സംസ്ഥാനത്തെ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ രാഷ്ട്രീയം നിരോധിച്ചൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഗ്രേസ് മാർക്ക് നൽകാൻ ഉള്ള ഒരു ശുപാർശ വിചിത്രമായി തോന്നുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ശുപാർശയുടെ അടിസ്ഥാനം? തീർച്ചയായും ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ വളരെയധികം സമരങ്ങൾക്കൊക്കെ വേദിയായ ഒരു സ്ഥലമായിരുന്നു. അതേപോലെ വീണ്ടും ഒരു വിചിത്രമായ ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കേരള സർവകലാശാല ശുപാർശ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു യൂണിയൻ ഭാരവാഹികൾക്ക് ഈ ഒരു യൂണിയൻ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് നൽകുക. അതായത് 5% വരെ, അത് കോളേജ് അധികാരികൾക്ക് തീരുമാനിക്കാം. അവരുടെ പ്രവർത്തന മികവിനെ അടിസ്ഥാനപ്പെടുത്തി 5% വരെ ഗ്രേസ് മാർക്ക് നൽകുക എന്നൊരു കേട്ടുകേൾവിയില്ലാത്ത ഒരു ശുപാർശ, അതായത് അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ NSS NCC തുടങ്ങിയ പ്രവർത്തനങ്ങളും പിന്നെ അതല്ലാതെ ഈ ഒരു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ഈ ഒരു കലാകായിക മികവ് പുലർത്തുന്ന കുട്ടികൾക്കടക്കമാണ് ഗ്രേസ് മാർക്ക് നൽകാറുള്ളത്. അത് കോളേജ് ലെവലിലായിക്കോട്ടെ, അല്ലാതെ നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും വരെ ഇത്തരത്തിൽ പ്രവർത്തനം, അതായത് ഈ ഒരു മികവ് പുലർത്തിയ കുട്ടികൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് നൽകുന്നത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ ആരും അത്തരത്തിൽ ഈ ഒരു വളരെയധികം കുട്ടികളെ പ്രചോദനം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു രീതിയായിരുന്നു അത്. പക്ഷെ അതിന് നല്ല വിപരീതമായി ഈ ഒരു രാഷ്ട്രീയപരമായി ഒരു തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടതായോ അല്ലെങ്കിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, അതായത് ഈ ഒരു വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ചെയർപേഴ്സൺ തുടങ്ങി ഈ ഒരു സ്പോർട്സ് ചെയർപേഴ്സൺ തുടങ്ങി അത്തരത്തിലുള്ള എല്ലാവിധ ഭാരവാഹിത്വം വഹിക്കുന്ന ആൾക്കാർക്കും, അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു യൂണിയൻ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ 5% വരെ ഈ ഒരു ഗ്രേസ് മാർക്ക് നൽകുക എന്നതാണ് ഇപ്പോൾ ഈ ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. നാളത്തെ സിൻഡിക്കേറ്റ് കാര്യം, ഈ ഒരു ശുപാർശ പരിഗണിക്കും. ഇത് നടപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ നടക്കുന്ന ആദ്യത്തെ സംഭവമായിരിക്കണം. കാരണം ഈ ഒരു യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു അക്കാദമിക് മികവോ അല്ലെങ്കിൽ ഈ ഒരു കലാകായിക മികവോ ആയി കണക്കാക്കുന്ന ഒന്നല്ല. അതിന് പകരം കോളേജിന്റെ മറ്റു കാര്യങ്ങളിലും മറ്റും കുട്ടികളുടെ ഒരു ഭാഗം പറയുക, കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നിലനിർത്തി പോകുന്ന ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു രീതിയാണ് ഈ ഒരു യൂണിയൻ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷെ അതിനൊരു ഗ്രേസ് മാർക്ക് നൽകുക, അതൊരു ഗ്രേസ് മാർക്ക് തലത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഈ ഒരു തരത്തിൽ, അതായത് ഈ ഒരു യൂണിയൻ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉപയോഗിച്ച് പാസ്സായി മുന്നോട്ട് പോകുക, ആ ഒരു ഗ്രേസ് അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം നേതാവ് ശ്രീ R.